നമസ്കാരം. അപ്പം നമ്മൾ അവക്കാടകളെ പറ്റി ഒരു 4-5 വീഡിയോ ഇപ്പോൾ കഴിഞ്ഞു. അവക്കാടയെ പറ്റി ഒത്തിരി അന്വേഷണങ്ങളും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാനും അതിൻ്റെ ട്രോപ്പിക്കൽ പ്ലാന്റുകളെ പറ്റി അറിയാനും ധാരാളം ആൾക്കാർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവക്കാട തേടിയുള്ള യാത്രയിൽ ഇപ്പം ഞാൻ നിലവിൽ എത്തിയിരിക്കുന്നത് എൻ്റെ സ്വന്തം നാട്ടിലാണ്. അതായത് കൂത്താട്ടുകുളത്ത് കിഴോമ്പി തന്നെയാണ്. ഐസക്കേട്ടൻ എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ എൻ്റെ ഐസക്കേട്ടൻ്റെ വീട്ടിൽ നിന്നുള്ളൂ. ഈ മരം എനിക്ക് കഴിഞ്ഞ വർഷം അറിയായിരുന്നു. പക്ഷേ എൻ്റെ ഈ തിരക്ക് കാരണം എനിക്ക് കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ചേട്ടൻ കഴിഞ്ഞ വർഷം ഇത് മണ്ണുത്തിയിൽ നിന്ന് ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് വിദ്യാർത്ഥികൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വിടുകയും ചെയ്തു. അപ്പോൾ ഇത് ഒത്തിരി പ്രത്യേകതകൾ ഇതിന് ഉള്ളതായിട്ട് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ അത് ചേട്ടനോട് നേരിട്ട് കണ്ട് ഞാൻ സംസാരിച്ച് അറിഞ്ഞിട്ട് ഒരു കുറച്ച് നാളായുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ചേട്ടന് ഏകദേശം ഒരു 10-20,000 രൂപയുടെ ഇതിൽ നിന്ന് കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഏതായാലും നമുക്ക് കർഷകനോട് തന്നെ, അതായത് ചേട്ടനോട് തന്നെ ചോദിച്ച് ഇതിനെപ്പറ്റി നമുക്കറിയാം. ഇതിപ്പോൾ എത്ര വർഷമായി ചേട്ടാ ഇത്? ഇത് ഏതാണ്ടൊരു 9 വർഷം. 9 വർഷം പ്രായമായ മരം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അവക്കാടയുടെ ഫ്രൂട്ട് ഇവിടെ എറണാകുളത്ത് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതിന്റെ ബാലൻസ് വന്ന് അവർ തന്നതല്ലേ? അങ്ങനെ അതിന്റെ ഈ എറണാകുളത്ത് വിൽപ്പനയ്ക്ക് വന്ന ഒരാള് കൊണ്ടുവന്ന കായാണ് നട്ടത്. അവര് വീട്ടില് വളർത്തി. അപ്പൊ അവര് വാടകയ്ക്ക് ആയിരുന്നത് കൊണ്ട് അവർക്കത് നടാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മളോട് പറഞ്ഞു. അപ്പൊ നമ്മൾ അത് വാങ്ങിച്ചു അതിനെ പ്ലാന്റ് ചെയ്ത് ഒരു 5.5 വർഷമായപ്പോ ഇവൻ കാച്ചു. ആദ്യത്തെ കായ 5.5 വർഷമായപ്പോഴത്തേക്കും കാച്ചു. 5.5 വർഷം. ഒരു 7 കായ ഉണ്ടായിരുന്നു. അതിനുശേഷം പിറ്റേ വർഷം ഈ പറഞ്ഞതുപോലെ ഒരു 120 കിലോ കിട്ടി. പക്ഷെ 3-ാമത്തെ വർഷം നമുക്ക് കായ കുറവായിരുന്നു, 20 കിലോ കിട്ടുള്ളൂ. പക്ഷെ ഈ വർഷം അതപ്പോ കാലാവസ്ഥ മാറിയതിന്റെ അത് ആയിരിക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ട്രോപ്പിക്കലിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സബ് ട്രോപ്പിക്കലാണ് ഈ ചെടി. അപ്പൊ ട്രോപ്പിക്കലിൽ നമുക്ക് ഇപ്പൊ 3-ാമത്തെ വർഷം 20 കിലോ എന്ന് പറയുമ്പോൾ ഈ വർഷം ചേട്ടൻ ഇപ്പൊ 80 കിലോ ഇതിൽ നിന്ന് പറിച്ചു കഴിഞ്ഞു. ഓൾറെഡി പറിച്ചു കഴിഞ്ഞു. അത് എന്നാ വിലയ്ക്ക് മാർക്കറ്റിൽ കൊടുത്തു? അത് നമുക്ക് ഒരു 220 വരെയാണ് നമുക്ക് മാക്സിമം പോയത്. ഇവിടെ നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് എന്ന് പറഞ്ഞാൽ പറിച്ച് കൊടുക്കണം. പറിച്ചു കൊടുക്കുമ്പോൾ 220 മുതൽ ഇപ്പോ 2-ാമത്തെ പറിക്കലായപ്പോഴത്തേനും അത് 200 പിന്നെ 180, അങ്ങനെ ഒരു രീതിയിൽ 170 നിൽക്കുകയാണ്. അപ്പൊ ഏകദേശം നമുക്ക് ഇപ്പൊ ഈ ഒരു ചേട്ടന്റെ കണക്ക് പ്രകാരം ഏകദേശം ഒരു 150 കിലോ ഉറപ്പല്ലേ? 150 കിലോ ഇവിടെ കിട്ടാം. അതെ. ഒരു കായ്ക്ക് എന്ത് തൂക്കം ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടോ? അത് ഈ ഇത്തവണ എന്ന് പറഞ്ഞാല് വലുതും ചെറുതുമായ കായ. അപ്പൊ ചെറുതൊരു 250-300 ഗ്രാം വരെ വരും. വലിയ കായ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 450-500 ഗ്രാം വരെ വരും. ഏതായാലും നമുക്ക് ഇതൊന്നും ഓരോ പറിച്ചു നോക്കാം. ഇതിപ്പോ ചേട്ടന്റെ അഭിപ്രായത്തില് ഒരുവിധം മുഴുത്ത കായ തന്നെയാ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ താഴെ തന്നെയാ, മേളിൽ നിന്നുള്ളതാണ്. ഇപ്പൊ ഏറെക്കുറെ നമ്മളൊരു 80 കിലോ പറിച്ചത്. ഇനി താഴെ ഭാഗങ്ങളിൽ ഇപ്പൊ ഏകദേശം അവിടെയൊക്കെ കൊലകുത്തിയാ കിടക്കുന്നത് എല്ലാം. ഏതായാലും ഇതൊന്നും നോക്കാം നമുക്ക്. ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇവിടെ ഇതിനെ കഴിഞ്ഞും വലിപ്പമുണ്ട്. ഈ ആദ്യം കിടക്കണം. ഇത് ഇച്ചിരിയോടെ നല്ല വലിപ്പം. ഏതായാലും നമുക്ക് ഇതിന്റെ തൂക്കം ഒന്ന് നോക്കാം. അതിനുപരി ഇപ്പൊ ഈ കൊട്ടയിൽ പറിച്ചു വെച്ചേക്കണേ ചേട്ടാ, ഞാനിത് കണ്ടത്. ഇതിപ്പോ ചാടി പോയതാണോ? ചാടി പോയതാ? കാറ്റടിക്കുമ്പോ പോരുന്നുണ്ട്. കാറ്റടിക്കുമ്പോഴല്ല, ഇത് പറിച്ചപ്പോ വീണു. അങ്ങനെ വീണ് പോയതാ. അപ്പൊ ഞാനത് എന്നാന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇത് കൊണ്ടുപോയവര് ഇതിന്റെ സൂക്ഷിപ്പ് കാലാവധിയെ പറ്റി വല്ലതും പറഞ്ഞതായിട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ഇപ്പൊ നമുക്ക് ഇത് ഞാൻ ഏതായാലും പഴുത്ത് കഴിയുമ്പോൾ നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് എങ്ങനെയാന്ന് നമുക്കൊന്ന് നോക്കാം. ഏതായാലും നമുക്ക് ഇതിന്റെ തൂക്കം ഒരെണ്ണത്തിന്റെ ഒന്ന് നോക്കുകയും ചെയ്യാം. കറക്റ്റ് 1/2 കിലോയാണ്. ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ 50 ഗ്രാം കൂടുതലാണ്. നമ്മളൊരു താരിഫാണ്. കറക്റ്റ് 500 ഗ്രാം തന്നെ ഉണ്ട്. ഞാൻ മരം നോക്കാൻ വന്നപ്പോൾ ചേട്ടൻ 1-2 കാര്യങ്ങൾ പറഞ്ഞു. അതെന്റെ ഒരു മനസ്സിലൊന്ന് ഉടക്കിയ കാര്യങ്ങളാണ്. അതായത് ചേട്ടൻ ഇപ്പൊ വൈകുന്നേരം ഇപ്പൊ ഊണ് കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു.
അപ്പൊ അത് ഇത് ഒരു ഗ്ലാസ് പാല് ചേർത്ത് ഒരു ഗ്ലാസ് പാലും ഇതിന്റെ ഒരു പകുതി ആ കൂടെ ചേർത്ത് ഇത്തിരി ബൂസ്റ്റും ചേർത്ത് അടിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ടും കഴിക്കും. അതാണ് വൈകുന്നേരത്തെ ഭക്ഷണം. പിന്നെ ഈ അവക്കാടയെ പറ്റി ജനങ്ങളിലേക്ക് കൂടുതൽ അങ്ങ് വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ ഇവിടെ അയലോക്കത്തൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ അവർക്ക് അതിനെ പറ്റി ഒരു എന്നാലും അത്രയും ഒരു അവെയർ ആയിട്ടില്ല. പിന്നെ കൊടുത്താല് കൊണ്ടുപോയി കഴിച്ചു നോക്കും. അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇതെല്ലാം നമ്മൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരെ പരിചയപ്പെടുത്തുന്ന എല്ലാവരുടെ അഭിപ്രായങ്ങളും നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ ഇപ്പൊ ഇതിന് ഇവിടെ ഉള്ള കാര്യം നമ്മളിവിടെ ഇത്ര അടുത്താണെങ്കിലും കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 10-16,000 രൂപയുടെ കാ കൊടുത്തെന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ വേറെ 2 വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടങ്ങ് മാറിയതുകൊണ്ടാണ്. അപ്പൊ ഏതായാലും ഇപ്പൊ നമുക്ക് വയനാട്ടിൽ കായ്ക്കുന്ന പോലെ തന്നെ ഇതില് നമുക്ക് നന്നായിട്ട് ഈ മരം ഫലം തരുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഉറപ്പാണ്. പിന്നെ ഇപ്പൊ ഈ പറിച്ച് വെച്ചിട്ട് നമ്മൾ ഈ പറിച്ച ഇത് നമുക്ക് എത്ര ദിവസം കൊണ്ട് നമുക്ക് 3 ദിവസം 3 ദിവസം കൊണ്ട് ഇതിന്റെ കളർ വയലറ്റ് ആയിട്ട് മാറും. വയലറ്റ് ആയിട്ടാ തന്നെ ആ സാധനം ജസ്റ്റ് ഇങ്ങനെ പൊളിച്ചങ്ങ് എടുത്താല് പോരും. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ 2 എണ്ണം എന്തായാലും ഉറപ്പായിട്ട് 1 കിലോ തൂക്കം വരുന്നുണ്ട്. ഇനിയിപ്പോ ഏകദേശം നമുക്കൊരു 50 കിലോ എന്തായാലും നമുക്ക് ഇതിൽ പറിക്കാനുണ്ട്. 80 കിലോ നമ്മളിപ്പോ നിലവിൽ ഇതിൽ കൊടുത്തു കഴിഞ്ഞു. ചേട്ടൻ സീഡ് പ്ലാന്റ് നട്ട് ഇത് 5.5 വർഷം കൊണ്ട് കാഴ്ച ചെടി. ഇനിയിപ്പോ ഇതിന്റെ അകത്ത് എന്തായാലും നമുക്ക് ഗ്രാഫ്റ്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 അല്ലെങ്കിൽ 4. ഇനിയിപ്പോ അവക്കാഡോയെ സംബന്ധിച്ച് 4 വർഷം കൊണ്ട് അല്ലെങ്കിൽ 5 വർഷം കൊണ്ടാണെങ്കിലും നമുക്ക് കായ്ക്കുമോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ നമുക്കിത് മധ്യ കേരളത്തിൽ കൂത്താട്ടുകുളത്ത് നമുക്കിപ്പോൾ ഇതുപോലെ കാഴ്ച കിട്ടിയത് കൊണ്ട് ഇത് നമുക്ക് ഗ്രാഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കാപിടുത്തം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നല്ല ഉറപ്പാണ്. നല്ലൊരു ഇനമാണെന്ന് തന്നെ പറയാം. പിന്നെ ഇനി ബാക്കിയുള്ളത് ഇത് പഴുത്ത് കഴിയുമ്പോഴും ഇതിൻ്റെ കാമ്പ് അത് ഏതായാലും ഞാനത് നോക്കി ഞങ്ങൾക്ക് കഴിച്ചിട്ട് പല എണ്ണം ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. അതും കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഏതായാലും വളരെ നല്ല രീതിയിൽ ചേട്ടൻ ആ ഒരു പ്ലാന്റ് ഇവിടെ നട്ട് പരിപാലിച്ച വളങ്ങൾ എന്തെങ്കിലും ചേട്ടൻ ഇതിന് പ്രത്യേകം ജൈവവളമാണ് ചെയ്യുന്നത്. ഒന്നും കൊടുക്കുന്നില്ല. ഇന്ന് വരെ രാസവളം കൊടുത്തിട്ടില്ല. ചേച്ചി ഏതായാലും കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഇതിപ്പോ കറക്റ്റ് അതിന്റെ പാകാണല്ലേ? ചേച്ചി ഏതായാലും ഒരെണ്ണം വീട്ടിലിരിക്കുന്ന ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇച്ചിരി ഇതുണ്ട്. എന്നാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അടിപൊളി. ഇത് ചാടി പൊട്ടിയതാണോ? ഇതെന്താണെന്ന് വെച്ചാല് ഇത് ഈ പാകമായി കഴിയുമ്പോ ഈ കാ മുളയ്ക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അകത്ത് തന്നെ. ആ കാ മുളയ്ക്കാനുള്ള ടെൻഡൻസി വരുമ്പോ ഇത് ഇച്ചിരി വികസിക്കുമല്ലോ. അപ്പോഴാണ് ഈ പൊട്ടൽ വരുന്നത്. ശരി. യഥാർത്ഥത്തിൽ കേടോ ചീച്ചിലോ ഒന്നും. അപ്പൊ ഇങ്ങനെ ഒരു ഇത് വരുമ്പോ ഒരു പൊട്ടൽ ഇതിന് വരുന്നുണ്ട്. അതെ, ആ കറക്റ്റ് ടൈമിൽ നമ്മൾ പറിച്ച് ഉപയോഗിക്കണം. ശരി. അതിപ്പോ ഈ ആദ്യത്തെ ഒരു അനുഭവം കേട്ടോ. അപ്പൊ നമ്മളൊരു 4-5 കർഷകരുമായിട്ട് ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോ ഇത് ആരിൽ നിന്നും കിട്ടാത്ത ഒരു പുതിയൊരു അറിവാണ്. അപ്പൊ അത് എല്ലാത്തിനും അങ്ങനെ കാണുന്നുണ്ട്. ഈ മെറൂൺ കളർ ഉണ്ടല്ലോ, ഈ കളർ വന്നാല് പാകമായി. ഇതാണ് പാകം. കുത്തുകുത്തുകൾ വരുമ്പോഴാണ്. പിന്നെ ചേട്ടൻ ഇവിടെ ഒരു സാഫാണോ സാഫ് തൂത്ത് വെച്ചാൽ ഇത് കറക്റ്റ് ആണ്. ഇതിപ്പോ ഇവിടെ വരുമ്പോ ഇവിടുന്നാണ് നമുക്ക് ഫംഗസ് ബാധ വരുന്നത്. കണ്ടു. ഞങ്ങളെ തൊലി അങ്ങ് ചിരണ്ടി കളഞ്ഞിട്ട് അവിടെ സാഫ് തൂത്തു. ഇപ്പൊ ഈ അടിവശത്തെ കമ്പുകള് ചേട്ടൻ തന്നെ വെട്ടി ഒതുക്കിയതാണ്. വെട്ടി മുറിച്ചു. കാരണം ഈ റോഡ് ആയതുകൊണ്ട് അങ്ങോട്ട് വന്ന കമ്പുകൾ അങ്ങ് വെട്ടി കളഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് നന്നായിട്ട് ഈ വെട്ടുന്നതിന് മുമ്പാട് അത് ഫ്ലവർ ചെയ്തു കായുണ്ടായിരുന്നു. പിന്നെ ഇതിന് ഞാൻ വേറെ ചേട്ടൻ ഒരു കാര്യം കൂടെ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞ എന്റെ ഓർമ്മയിലുണ്ട്. ഇത് ഇത്തവണ പല പ്രാവശ്യമായിട്ട് പൂത്ത് ഇല്ലേ? അതെ. പല സ്റ്റെപ്പായിട്ടാണ് പൂത്തതും കാ പിടിച്ചത്. അതുകൊണ്ട് നമുക്ക് വിൽപ്പനയ്ക്ക് നല്ലതാണ്. നല്ല എളുപ്പമായിരുന്നു. അതെ, കാരണം ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് ഭാഗമായി കഴിയുമ്പോഴത്തേക്കും ആണ് അടുത്ത് വരുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് വരുവും ഇത് എടുക്കാൻ ആളില്ലാതെ വരുകയും ചെയ്താൽ നമുക്ക് ടേസ്റ്റ്. ഇപ്പൊ ഒരു സ്പൂൺ കൊണ്ടുവരട്ടെ ചേച്ചി. അടിക്കണ്ട, ഒരു സ്പൂൺ കിട്ടും, അത് മതി. ഇങ്ങനെ തന്നെ എടുക്കണം. എന്നാൽ ഇതിന്റെ ഈ തൊലിയുടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണത്.
അപ്പോൾ ഏറെക്കുറെ തൊലിയിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് വിട്ടു പോരത്തക്ക രീതിയിൽ അതൊന്ന് കഴിച്ചു നോക്കാം ഏതായാലും. സൂപ്പറായിട്ടുണ്ട്. ഏതായാലും ഞങ്ങളിപ്പോൾ പ്രിൻസേട്ടനും കൂടെ ഏതായാലും ഇതൊന്ന് കഴിക്കാൻ കൊടുത്തിട്ടാണ് പറയുള്ളൂ. കാരണം ഞങ്ങളൊരു 5-10 വെറൈറ്റി ഞങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഇതിൻ്റെ പൊതുവേ ഇതിനൊരു ആൾക്കാർക്ക് ഇഷ്ടക്കുറവ് വരുന്ന ഒരു കാരണം ഇപ്പോൾ ദുരിയാന മണം കൊണ്ട് പ്രശ്നമുണ്ട്. രുചിയിൽ അത് ഒരു 80% ആൾക്കാർക്കും ദുരിയാന ഇഷ്ടപ്പെടാത്ത 20% ആളുകൾക്കാണ് അതിഷ്ടം. അപ്പോൾ അവക്കടെ സംബന്ധിച്ച് ആകെപ്പാടെ ഉള്ളൊരു ഇതെന്നാന്ന് വെച്ചാൽ ഇതിനൊരു നമ്മുടെ ഒരു ചൊക്ക് നമ്മൾ മക്കെന്ന് പറയും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളൊരു JO4 എന്നും പറഞ്ഞ് ഞങ്ങൾ പാമ്പാക്കട ഒരെണ്ണം കണ്ടെത്തി. അതിനൊട്ടും ഇല്ലാത്തതാണ്. അപ്പോൾ ചേട്ടനും കൂടെ ഒന്ന് കഴിച്ചിട്ട് അത് അടിപൊളി നല്ല വെണ്ണ പരുവ്. ഇത് പിടിച്ചോട്ടെ കേട്ടോ. പ്രിയ സുഹൃത്ത് ഡേയ്സിൻ്റെ വീടിൻ്റെ അടുത്തുള്ള അവക്കടയാണ് ചേട്ടൻ നമ്മൾ പരിചയപ്പെട്ടല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഞങ്ങൾ കുറേ വെറൈറ്റികൾ ഇങ്ങനെ കഴിച്ചിട്ടുള്ളതുകൊണ്ട് ടേസ്റ്റ് കൃത്യമായിട്ട് നോക്കിയിട്ട് ഒന്ന് പറയാം. അത്യാവശ്യം ഒരു ഫ്ലേവറുണ്ട്, അതുപോലെ നല്ല സ്മൂത്താണ്. നമ്മുടെ നാവിലങ്ങ് അരിഞ്ഞു പോകുന്നൊരു പ്രതീതി തോന്നുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്കിന്നിൽ നിന്ന് നന്നായിട്ട് ഇത് വിട്ടു വരുന്നുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ഒരു കാര്യം ഇവിടെ ചേട്ടൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ഈ നമുക്ക് ഇതിൽ 2 വസ്തുതയുണ്ട്. ഇപ്പം നമ്മൾ വിദേശത്തുനിന്ന് വരുന്ന അവക്കാഡോ അത് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ലുലുവിൽ കിട്ടുന്നുണ്ട്, റിലയൻസിലുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 25-28 ദിവസമാണ് അതിൻ്റെ കാലാവധി ഈ പറിച്ചു വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് 3 ദിവസം കൊണ്ട് കളറായി. അത് കറക്റ്റാണ് ചേട്ടാ. അതുകൊണ്ട് ചേട്ടൻ ഞങ്ങൾക്കറിയാം, അത് ചേട്ടനോട് ചോദിപ്പിച്ച് ഞങ്ങൾ ബോധ്യപ്പെടുത്തുക. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഉണ്ടാവുന്ന, അതായത് ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ഇതിന് സൂക്ഷിപ്പ് കാലാവധി. അപ്പം അതും നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടെത്തേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ ഇത് എടുക്കാനുള്ള ഒരു ഇത്. ഇപ്പം ചേട്ടൻ ആദ്യം പറഞ്ഞു പിറവത്ത് ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വന്ന് എടുത്തെന്ന് പറഞ്ഞു. അപ്പം അത് വിൽപ്പന, ഇതിൻ്റെ വലിപ്പവും ഇതിൻ്റെ ഒരു ഒരു ആകൃതിയും, പിന്നെ ഇത് അവർക്ക് കടയിൽ അത്യാവശ്യം ദിവസങ്ങളിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു തെളിവാണ്. അവർ വീണ്ടും വീണ്ടും ചേട്ടനോട് ഉണ്ടോയെന്നും ചോദിച്ച് ഇവിടെ എടുക്കാനായിട്ട് വരുന്നത്. ഇപ്പം ഇതിനു മുമ്പ് ഇപ്പം ഞങ്ങൾ 2-3 വെറൈറ്റി കണ്ടെത്തിയതിൽ സൂക്ഷിപ്പ് കാലാവധി ഇപ്പോൾ പറിച്ചു വെച്ച് പിറ്റേ ദിവസം തന്നെ പഴുക്കുന്ന ഇനങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ 3 ദിവസം, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് ചിലപ്പോൾ 4 ദിവസം വരെ ഇരിക്കും. 3-4 ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇപ്പം നമ്മളിത് ഇവിടെ ഒരെണ്ണം, ഒരു റെഡ് കളറിലുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, അതേ ഇത് തന്നെ ഈ കളറിലേക്ക്. ഇതിപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ 3-ാമത്തെ ദിവസമല്ലേ ഇത് ഈ കളർ തന്നെ. ഈ പറിച്ചു വെക്കണ ഈ കളർ ഇതിലേക്ക് വരണമെങ്കിൽ 3-ാമത്തെ ദിവസം. അത് കഴിഞ്ഞിട്ട് ഇതിലൊരു 4 ദിവസം കൂടെ ഇരിക്കും ഇതിൻ്റെ ഇത് പുറത്തിൻ്റെ ഇത് കണ്ടിട്ട്. അപ്പോൾ ഏകദേശം നമുക്ക് കച്ചവടക്കാർക്ക് അത് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് അത് മറ്റതിനെയൊക്കെ അപേക്ഷിച്ച് ഇതിന് ഇത്തിരി സൂക്ഷിപ്പ് കാലാവധി കൂടുതൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഏതായാലും ഞാനിതിപ്പോൾ 2-3 എണ്ണം കൊണ്ടുപോയി ഞാൻ ഈ പാകത്തിൽ വീട്ടിൽ വെച്ച് നോക്കി കഴിഞ്ഞിട്ട് അതും നോക്കി അതും കൂടെ ഒന്ന് നോക്കി നമുക്ക് ഒന്ന് ഉറപ്പിക്കാം. നമ്മളിപ്പോൾ നിലവിൽ 3 അവക്കാഡേനെ പരിചയപ്പെടുത്തി. ഇത് 4-ാമത്തെ അവക്കാഡയാണ്. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഓരോ പ്രത്യേകതകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പുള്ള അവക്കാഡയുടെയൊക്കെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ അന്ന് പറിച്ചു വെച്ചതിന് ശേഷം ഇപ്പം 4 ദിവസമായി കഴിഞ്ഞതിൻ്റെയും മാറിയ ഒരു കളറാണിത്. നമ്മളിതിൽ എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ട് ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ കായ്ക്കുന്ന പ്ലാന്റ് മാത്രമാണ് വയ്ക്കാവുള്ളൂ എന്നുള്ളത്. പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിനും ഇപ്പം നമ്മൾ മക്ക് വളരെ കുറവായിട്ടാണ് കണ്ടേക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് കഴിച്ചു. ഇതും കൂടെ ഏതായാലും ഒന്ന് നോക്കുവാണ്. വിദേശത്തു നിന്ന് വരുന്ന അവക്കാഡോ കച്ചവടക്കാരെ എടുക്കാൻ കൂടുതലും താല്പര്യപ്പെടുന്ന ഒരു 20-25 ദിവസം അതിന് സൂക്ഷിപ്പ് കാലാവധിയുണ്ട്. ഇപ്പോൾ ഈ ഒരു കളറിൽ വിദേശത്തു നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ ഇപ്പോൾ ലുലു പോലെയുള്ള റിലയൻസിലൊക്കെ ഒരു 20 ദിവസം വരെ ചുക്കി ചുളുങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇതിപ്പോൾ ചുക്കി ചുളുങ്ങി ഇത്തിരി ഇപ്പം നമ്മൾ അതിന് മുമ്പ് കണ്ടെത്തിയതിനൊക്കെ അപേക്ഷിച്ച് ഇത്തിരി സൂക്ഷിപ്പ് കാലാവധി കൂടുതൽ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിപ്പോൾ ഒരു 5 ദിവസമായി പറിച്ചിട്ട്. ഇത് കണ്ടോ, അപ്പോൾ ചുക്കിച്ചുളക്കിൽ വരുന്നുണ്ട്. ഇതിനി ഇരിക്കും ഒരു 1-2-3 ദിവസം കൂടി. ഏതായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് അവക്കാഡോ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു വീട്ടിൽ ഒരു അവക്കാഡോ നിർബന്ധമായിട്ടും നമ്മൾ വെക്കേണ്ടതാണ്.
ഇപ്പോൾ 3 കണ്ടെത്തിയതിൽ ഇതിന് ചെറിയൊരു ന്യൂനതയുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡിന് ഇത്തിരി വലിപ്പം കൂടുതൽ മാത്രമാണ്. സ്കിന്നിന് കട്ടി കുറവാണെങ്കിലും നമുക്ക് നന്നായിട്ട് പോരുന്നുണ്ട്. അത് അന്ന് തന്നെ മനസ്സിലായത് ഇന്നും അതുപോലെ തന്നെയാണ്. ഇതുപോലെ തൊലി നിന്ന് പൊളിഞ്ഞു പോകണം. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു ലക്ഷണം. തോട് നമുക്ക് പാട പോലെ കിട്ടണം. മരത്തിൻ്റെ ചോട്ടിലെടുത്ത് അത് നിന്നുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ അതിലും ഇപ്പം നമ്മളിവിടെ വളരെ ഫ്രീ ആയി വന്ന് ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ ഒട്ടും അതിലിരിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ അകവും പുറവും നമുക്ക് തിരിച്ചറിയാൻ പാടില്ലാത്ത രീതിയിലാണ്. അടിപൊളി, സൂപ്പർ. കഴിഞ്ഞ ദിവസം നമ്മൾ പൊട്ടിച്ചെടുത്ത അവക്കാഡോ ഈ കളറിലേക്ക് വന്നിട്ടുണ്ട്. നല്ല ഗ്രീൻ കളറായിരുന്നല്ലോ നമ്മൾ ഇത് പൊട്ടിച്ചപ്പോൾ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ടേസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. കട്ട് ചെയ്യാം. നല്ല കളറുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സീഡ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സീഡാണ്. ഏകദേശം ഒരു 1/2 കിലോയോളം വെയിറ്റ് ഈ അവക്കാഡോയ്ക്ക് ഉണ്ട്. അപ്പം ഞാനൊന്ന് കഴിക്കാൻ പോവുകയാണ്. സ്കൂപ്പ് ചെയ്ത് പോരുന്നുണ്ട്. സ്കിന്നിൽ നിന്ന് നന്നായിട്ട് വിട്ടു പോരുന്നുണ്ട്. നല്ല വെണ്ണ പോലെ പോരുന്നുണ്ട്. നല്ല സ്മൂത്താണ്. അത്യാവശ്യം നല്ലൊരു ഫ്ലേവറാണ്.